ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ 100% നടക്കുമെന്ന് ഉറപ്പുള്ള ഏക കാര്യമാണ് മരണം. ഒരു വ്യക്തി ഈ ഭൂമിയിൽ മരിക്കുമ്പോൾ വിശുദ്ധനായ വ്യക്തിയാണെങ്കിൽ, കർത്താവിൻ്റെ കൃപയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആ വ്യക്തി ജനിക്കുന്നത് സ്വർഗത്തിലാണ്. അപ്പം മരണത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട. ഈശോ പറയുന്ന ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ മരണത്തെപ്പറ്റി നമ്മൾ ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലയളവിൽ പിശാച് ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് അനേകം മക്കളെ കുരുക്കിയിട്ടിരിക്കുക. സ്വർഗത്തെപ്പറ്റി ബോധ്യമില്ല, നരകത്തെപ്പറ്റി ബോധ്യമില്ല, ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് ബോധ്യമില്ലാതെ അനേകം ആത്മാക്കളെ വഞ്ചകനായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ നശിപ്പിക്കണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്ന പിശാച് അനേകം വ്യക്തികളുടെ ശിരസിലേക്ക് വന്നു കയറി, അവന്റെ ബുദ്ധിയിൽ കടന്നു കയറി അനേകം മക്കളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പറയണത്, ഈ കാലയളവിൽ പ്രത്യേകിച്ച് അനേകം ദൈവ ശുശ്രൂഷകർക്ക്, വചന പ്രഘോഷകർക്ക് അവർ വരുത്തുന്ന ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും അന്ത്യവിധിയെപ്പറ്റിയും ദൈവജനത്തെ പഠിപ്പിക്കാത്തത് കൊണ്ട് ദൈവജനം നശിച്ചു നരകത്തിൽ പോകുന്നു. ഹല്ലേലൂയ, സ്വരം ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ഒരു വ്യക്തി മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശുദ്ധ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം CCC 1021 അതിന്റെ പേജിൽ സഭ പഠിപ്പിക്കുന്നത്, ഓരോ വ്യക്തിയും മരണം കഴിഞ്ഞ ഉടനെ തന്നെ തൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും. ഓരോ വ്യക്തിയും തൻ്റെ മരണം കഴിഞ്ഞ ആ സമയത്ത് അതെങ്ങനെ മരിച്ചാലും, വെള്ളത്തിൽ വീണ് മരിച്ചാലും, തീയിൽ നിന്ന് മരിച്ചാലും, കൊറോണ വന്ന് മരിച്ചാലും, ഒരുക്കപ്പെട്ട് മരിച്ചാലും, അപകടത്തിൽ മരിച്ചാലും, തീവ്രവാദികളെ കൊല്ലപ്പെട്ട് മരിച്ചാലും, എങ്ങനെ ക്യാൻസർ വന്ന് മരിച്ചാലും, ഏത് വ്യക്തി എവിടെ വെച്ച് മരിക്കുന്നുണ്ടോ ആ സമയത്ത് തന്നെ അവിടെ ഒരു വിധി നടക്കും. ആ വിധിയുടെ പേരാണ് തനതു വിധി. ഇത് ദൈവമക്കൾ പഠിക്കണം, നെഞ്ചിലേറ്റണം. ഓരോ വ്യക്തി മരിക്കുമ്പോൾ അപ്പോൾ തന്നെ തനതു വിധി നടക്കും. തനതു വിധിയിൽ 2 പുസ്തകം തുറക്കപ്പെടും. നമ്മൾ ചെയ്ത നന്മയും ദൈവ സ്നേഹത്തെ പ്രതി ചെയ്ത ശുശ്രൂഷകളും അത് എഴുതി വച്ചിരിക്കുന്ന പുസ്തകവും, ഞാനും നിങ്ങളും ചെയ്തു കൂട്ടിയ തിന്മയുടെ പുസ്തകവും, 2 പുസ്തകം തുറക്കപ്പെടും. ആ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ വിധി നടക്കുമ്പോൾ തിരുസഭ മാതാവ് പഠിപ്പിക്കുന്നത്, ഒരു വ്യക്തി വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി പരിത്യാഗത്തോടുകൂടി ആത്മാക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ആത്മാക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തി നേരിട്ട് സ്വർഗത്തിലെത്തും എന്ന കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നു. സഭ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അതായത് ദൈവത്തിന്റെ സൗഹൃദത്തിലും CCC 1030-31 പേജിൽ സഭ പഠിപ്പിക്കുന്നു, ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടില്ലെങ്കിലും നിത്യരക്ഷ ഉറപ്പാക്കിയവരാണ്. പക്ഷെ സ്വർഗത്തിലേക്കുള്ള വിശുദ്ധി ലഭിക്കാൻ വേണ്ടി അവർ മരണശേഷം ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ അവർ പൂർണ്ണ വിശുദ്ധരല്ല, എന്നാൽ നരകത്തിലേക്ക് പോകാനുള്ള മാരക പാപമില്ല. അങ്ങനെയുള്ള ഈ വ്യക്തികളെ ശുദ്ധീകരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഈ അന്തിമ ശുദ്ധീകരണത്തെ സഭ ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗട്ടറി എന്ന് പറയുന്നു. ഇത് സഭ പഠിപ്പിക്കുന്ന കാര്യമാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി പൂർണ്ണ വിശുദ്ധിയില്ല, എന്നാൽ നരകത്തിലേക്ക് പോകാനുള്ള മാരക അശുദ്ധിയില്ലാത്ത വ്യക്തികളെ ദൈവം ആ വ്യക്തിയെ ശുദ്ധീകരിക്കാൻ വേണ്ടി സ്വർഗമൊരുക്കുന്ന കൃപയുടെ സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം അഥവാ പർഗട്ടറി. അനേകം മക്കൾക്ക് ഇന്ന് ബോധ്യം നഷ്ടപ്പെട്ടു പോയി. ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ചുള്ള ബോധ്യം അനേകം മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല. നമുക്കറിയാം 3 സഭയാണുള്ളത്. ഒന്ന് വിജയസഭ. ഈ ഭൂമിയിൽ കർത്താവിന്റെ കൃപയിലും സൗഹൃദത്തിലും മരിച്ചവർ സ്വർഗത്തിൽ പ്രവേശിച്ച പരിശുദ്ധ അമ്മയും വിശുദ്ധരും രക്തസാക്ഷികളും വേദപാരംഗതരും വാഴ്ത്തപ്പെട്ടവരും ഉൾപ്പെട്ട വിജയസഭ സ്വർഗം. രണ്ടാമത്തെ സഭയാണ് മരണശേഷം
അന്തിമ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവമൊരുക്കിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ ആയിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലം അഥവാ സഹന സഭ. മൂന്നാമത്തെ സഭയാണ് പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയാൽ നയിക്കപ്പെടുന്ന ലോകം മുഴുവനുള്ള സഭയിലെ വൈദികരും മെത്രാന്മാരും അന്മേനികളും ഉൾപ്പെടെ ഈ ഭൂമിയിൽ പാപത്തെയും ജഡത്തിനെതിരെയും പിശാചിനെതിരെയും പോരാടി നിൽക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന, അതായത് സമരസഭ എന്ന് പറയും. ഈ മൂന്ന് സഭയാണ് സഭ എന്ന് പറയുന്നത്. ഇപ്പം രണ്ടാമത്തെ സഭയായ സഹന സഭയിൽ കിടക്കുന്ന ആത്മാക്കൾ, ഈ ആത്മാക്കൾ എപ്പോഴും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന യാചിക്കുന്നത് സമരസഭയിലാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫിലിപ്പിനേരി പറയുന്നത്, ശ്രദ്ധിക്കണം, അതായത് ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ വിശുദ്ധ കുർബാനയിലും അനേകം ശുദ്ധീകരണാത്മാക്കളെ പരിശുദ്ധി അമ്മ കൊണ്ടുവരും. ശുദ്ധീകരണാത്മാക്കളെ പരിശുദ്ധി അമ്മ കൊണ്ടുവരും. വിശുദ്ധ ഫിലിപ്പിനേരി വേദപാരംഗതനായ വിശുദ്ധൻ കാണുന്നൊരു കാഴ്ച നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾ നമ്മുടെ അരികിലേക്ക് ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവർ നമ്മുടെ നേരെ കൈകൂപ്പി പിടിച്ച് നമ്മളോട് ചോദിക്കുന്നു, മോനെ, ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞു ചോദിക്കും, മോനെ എന്നെ ഒന്ന് ഓർക്കാമോ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, ശുദ്ധീകരണാത്മാക്കളുടെ വേദന നമ്മൾ കാണണം. വിശുദ്ധ അമ്മ ത്രേസ്യ പറയുകയാണ്, ശുദ്ധീകരണാത്മാക്കളുടെ പ്രാർത്ഥന സ്വർഗത്തിന് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനയാണ്. നമുക്കറിയാം, തൃശ്ശൂർ അതിരൂപതയിൽപ്പെട്ട, പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയിൽപ്പെട്ട കേരള സഭയുടെ അഭിമാനമായിരിക്കുന്ന വിശുദ്ധ യൗപ്രാസ്യമ്മ. വിശുദ്ധ യൗപ്രാസ്യമ്മയുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയായിരുന്നു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രാത്രി മുഴുവൻ ജപമാല ചൊല്ലി പരിത്യാഗം ചെയ്ത് മുട്ടുമേൽ നിന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്തിനാണെന്നറിയാമോ? ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി. വിശുദ്ധ യൗപ്രാസ്യമ്മ അഭിവന്ദ്യ മേനേശ്വരി പിതാവിന് എഴുതിയ കത്തുകള് CMC സന്യാസ സമൂഹം അതൊരു പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. ഏകദേശം 120 കത്തുകളാണ് അഭിവന്ദ്യ മേനേശ്വരി പിതാവ്, ജോൺ മേനേശ്വരി പിതാവിന് എഴുതിയ, അന്നത്തെ അവിടുത്തെ ബിഷപ്പായിരുന്ന അഭിവന്ദ്യ പിതാവിന് എഴുതിയ കത്തുകൾ പുസ്തക രൂപത്തിലാക്കിയിട്ടുണ്ട്. അതിൽ 68-ാമത്തെ കത്തും 70-ാമത്തെ കത്തും 118-ാമത്തെ കത്തും 120-ാമത്തെ കത്തും പിതാവിനോട് പറയുക, തൻ്റെ അടുത്ത് രാത്രികാലങ്ങളിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു വന്ന ശുദ്ധീകരണാത്മാക്കൾ, ധാരാളം ശുദ്ധീകരണാത്മാക്കൾ എൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, വിശുദ്ധ യൗപ്രാസ്യമ്മയെ കത്തോലിക്ക സഭ ഔദ്യോഗികമായി വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇപ്പം 68-ാമത്തെ കത്തിൽ പറയുകയാണ്, ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അനുവദിച്ചിട്ട് ഒരു ശുദ്ധീകരണാത്മാവ് വന്നു. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഈ കോൺവെന്റിൽ ചേർന്ന സമയത്ത് എൻ്റെ കോൺവെന്റിലെ മദർ സുപ്പീരിയറായിരുന്ന മദർ ബിയാട്രസാണ്, വർഷങ്ങളായി മരിച്ചു പോയിട്ട്. അപ്പം അമ്മയോട് ചോദിച്ചു, അമ്മ ഇതുവരെ സ്വർഗത്തിൽ ചെന്നില്ലേ? ഉടനെ മദർ ബിയാട്രസ് കൈകൂപ്പിക്കൊണ്ട് പറയുക, ഞാൻ ദീർഘകാലമായി ശുദ്ധീകരണ അവസ്ഥയിൽ കിടക്കുക. അപ്പോൾ ചോദിച്ചു, എന്തിനാ അമ്മ എൻ്റെ അടുത്ത് വന്നത്? ഉടനെ പറഞ്ഞു, ഈശോ അനുവദിക്കാതെ വരാൻ പറ്റില്ല, ഈശോ അനുവദിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാ വിശുദ്ധരുടെ അടുത്തും ശുദ്ധീകരണാത്മാക്കൾ വന്നിട്ടില്ല. എന്നാൽ വിശുദ്ധ ജോൺ മാർ ബെസിയാസ്, വിശുദ്ധ പാതിരിപ്പിയോ, അമ്മ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, അതുപോലെ ജനോവിലെ വിശുദ്ധ കാതറിൻ, അനേകം വിശുദ്ധരുടെ അടുത്ത് ഈ ശുദ്ധീകരണാത്മാക്കൾ വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ജദ്ദുരൂദിൻ്റെ അടുത്ത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ശുദ്ധീകരണാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ശുദ്ധീകരണാത്മാക്കളുടെ സഹായം നമുക്ക് ആവശ്യം നമ്മളോട് ചോദിച്ചു വരും. പണം ഉള്ളവരുടെ വ്യക്തികളെടുത്ത് ആൾക്കാർ കടം ചോദിക്കാറുള്ളൂ. കടം ചോദിക്കുന്നത് പണം ഉള്ള വ്യക്തികളെടുത്താ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യൗപ്രാസ്യമ്മയുടെ അടുത്തേക്ക് ഈ അമ്മ വന്നിട്ട് പറയുക, ദീർഘകാലമായി ഞാൻ കിടക്കുക. അപ്പം അമ്മ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഉടനെ ചോദിക്കുക, മോളെ യൗപ്രാസ്യേ, എനിക്ക് വേണ്ടി പരിത്യാഗം ചെയ്യാമോ? എനിക്ക് വേണ്ടി ജപമാല ചൊല്ലാമോ? നീ രാവിലെ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ കാസയിലേക്കും പീലാസയിലേക്കും സമർപ്പിച്ച് മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? പരിത്യാഗം കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, യൗപ്രാസ്യമ്മ
കണ്ണുനീരോടെ മദർ ബിയാട്രിസിന് വേണ്ടി പ്രാർത്ഥിച്ച് അനേക നാളുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തലേ ദിവസം സ്വർഗത്തിലേക്ക് പോകുന്നതിന് തലേ ദിവസം തേജസ്സുറ്റ മുഖമായിട്ട് മദർ ബിയാട്രിസ് വന്ന് കൈകൊപ്പിട്ട് പറയും, നാളത്തെ വിശുദ്ധ കുർബാന വഴി ഞാൻ സ്വർഗത്തിൽ പോകും. അവിടെ ചെന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ, അപ്പൻ്റെ അമ്മയുടെ കുടുംബത്തിൽ മരിച്ചുപോയി ഒത്തിരി പേര് മരിച്ചിട്ടില്ലേ? അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിച്ചത് ഈ ലോകത്തിന്റെ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയല്ലേ? എൻ്റെ മകൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ മകളുടെ വിദ്യാഭ്യാസം, വീട്, വിവാഹം, മറ്റു ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമുക്ക് ജ്ഞാനസ്നാനം നൽകിയ വൈദികർക്ക് വേണ്ടി, നമ്മളെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച സിസ്റ്റേഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോയുടെ മക്കളെ, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മുടെ നേരെ കൈകൂപ്പി നിന്നിട്ട് അവര് പ്രാർത്ഥിക്കുക, മോനെ തോമസേ, മോളെ മേരിയെ, മോളെ അന്നെ, നീ എനിക്ക് വേണ്ടി ഒന്നോർത്ത് പ്രാർത്ഥിക്കാമോ? ഈശോയുടെ മക്കളെ, ഇത് സ്വർഗത്തിന്റെ വേദനയാ. ഈശോയ്ക്ക് സഹായിക്കാൻ പറ്റില്ല. മരിച്ചതിനു ശേഷം നമുക്കറിയാം, ശ്രദ്ധിക്കണേ, മരണം വരമേ ദൈവത്തിന് കരുണയുള്ളൂ, മരണശേഷം ദൈവത്തിന് നീതിയാ. ദൈവത്തിന്റെ നീതിയിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന ഒരു ആത്മാവിന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല, മറ്റാർക്കും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിലുള്ള എനിക്കോ നിങ്ങൾക്കോ സഭയിലെ മക്കൾക്കേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വലിയൊരു കടമ നമുക്കുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മളെ നൊന്ത് പ്രസവിച്ച് മരിച്ചുപോയ നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഓരോ വിശുദ്ധ കുർബാന നമുക്ക് അർപ്പിച്ച് നമുക്ക് കൂദാശകൾ പരികർമ്മം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട വൈദികര് മരിച്ചു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുമ്പോ അവർക്ക് വേണ്ടി നമ്മൾ ചങ്കുപൊട്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, സഭയിൽ ഒരു വിശുദ്ധയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്ക്. വലിയ ദിവ്യകാരുണ്യ ഭക്തിയാ. ഒത്തിരിയേറെ ആത്മാക്കൾക്ക് വേണ്ടി പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്നയാളാ. ഒരിക്കല് വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അനുവദിച്ച, ഞാൻ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈശോ അനുവദിക്കാതെ ഒരു ശുദ്ധീകരണാത്മാവും വരത്തില്ല. ഏതെങ്കിലും ഒരു ശുദ്ധീകരണാത്മാക്കള് വിശുദ്ധരെ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വർഗം പറഞ്ഞു വിട്ടട്ടാ, അല്ലാതെ ഒരാത്മാവും വരില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്കിന്റെ അടുത്ത് ഒരു വൈദികന്റെ ആത്മാവ് വന്നു. ഇത് വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്കിന്റെ ഡയറിക്കകത്തുണ്ട്. ഈ ആത്മാവ് വന്ന് സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? അപ്പൊ ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാൻ 8 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തിൽ ഒരു വൈദികനാ, ഞാൻ മരിച്ചുപോയൊരു വൈദികനാ. അപ്പം മാർഗരറ്റ് മേരി അലഗോക്ക് ചോദിച്ചു, ഫാദർ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? ഉടനെ ഈ അച്ഛൻ ശുദ്ധീകരണത്തിൽ കിടക്കുന്ന വൈദികനാ. അദ്ദേഹം വന്ന് പറയുക, ഞാൻ 8 വർഷം മുമ്പ് മരിച്ചു, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കണം, 27 വർഷം കിടക്കണമെന്ന കണക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഈശോ പറഞ്ഞ് അനുവദിച്ചു വിട്ടതാ. അപ്പൊ ചോദിച്ചു, എന്തിനാ അച്ഛൻ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്നത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ജദ്രൂദ് പറയുന്ന ഏറ്റവും കൂടി ശുദ്ധീകരണാത്മാക്കൾ കിടക്കുന്നത് അഹങ്കാരത്തിലാണ്. അനേകം ശുദ്ധീകരണാത്മാക്കൾ ദീർഘകാലം കിടക്കുന്ന ഒരു മാരകപാപം അഹങ്കാരം. ഞാൻ ആത്മീയ അഹങ്കാരത്തിൽ ജീവിച്ച വ്യക്തിയാ. രണ്ടാമത് പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ അനുസരിച്ചില്ല, എൻ്റെ സഭാ അധികാരികളെ ഞാൻ അനുസരണക്കേട് കാണിച്ചു, അതിനാണ് കിടക്കുന്നത്. അപ്പൊ ചോദിച്ചു, അച്ഛൻ എന്തിന് എൻ്റെ അടുത്ത് വന്നത്? അപ്പം അച്ഛൻ പറയുകയാണ്, ഈ വൈദികൻ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ആത്മാവ് പറയുക, മേരി അലഗോക്കിൻ നോഷേറ്റ് കാലത്ത് കുംഭസാരിച്ചൊരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ മാർഗരറ്റ് മേരി അലഗോക്ക് പറയുക, ഏകദേശം 6 മാസത്തോളം ഈ വൈദികന് വേണ്ടി മുട്ടുകുത്തിയും ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചും പരിത്യാഗം ചെയ്ത് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് വിശുദ്ധ കുർബാനയിൽ തുടർച്ചയായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായി
ഈ വൈദികൻ നന്ദി പറഞ്ഞ് സ്വർഗത്തിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ പറഞ്ഞ്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, ഈശോയുടെ മക്കളെ, ഒരു ശുദ്ധീകരണ ആത്മാവിനെ നമ്മൾ സ്വർഗത്തിൽ വിടുമ്പോൾ ഈ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ.